പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മലപ്പുറം കൂരിയാടാണ്. കൂരിയാട് വളരെ വേഗത്തിൽ വർക്ക് നടക്കുന്നു. ഇനി വളരെ കുറഞ്ഞ ഭാഗത്താണ് ഗർഡർ ലോഞ്ചിങ് നടക്കാനുള്ളത്. അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇന്ന് ഞാൻ വീഡിയോയിൽ വന്നിട്ടില്ല, ഞാൻ വളരെ വേഗത്തിൽ നിങ്ങളെ പുതിയൊരു അപ്ഡേറ്റ് കാണിക്കാന്നുള്ള ഇതിൽ എടുത്തതാണ്. എല്ലാ ഭാഗത്തും ഫില്ലറിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഗർഡർ ലോഞ്ചിങ് ആണ്. ഗർഡർ ലോഞ്ചിങ് തന്നെ കുറേ ഭാഗത്ത് ഗർഡർ ലോഞ്ചിങ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഭാഗത്ത് കാണാൻ നമുക്ക് പില്ലറിന്റെ ഭാഗത്തുള്ള ഈ സ്റ്റേകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്തു മാറ്റാനുള്ള വർക്കുകളുണ്ട്. അപ്പോൾ കുറേ പേര് മെസ്സേജിലൂടെ ഒക്കെ ചോദിച്ചിരുന്നു, കമന്റ് ചെയ്ത് ചോദിച്ചിരുന്നു എന്തായി കൂരിയാട് വർക്കുകളുടെ അപ്ഡേറ്റ്. അപ്പൊ ഇതാണ് പുതിയൊരു അപ്ഡേറ്റ്. കാണാൻ നമുക്ക് ഈ ഭാഗത്ത് പില്ലറല്ല വരുന്നത്, ഇങ്ങനെയുള്ള ഒരു ഭാഗമാണ് കൊടുത്തിട്ട് ഒരു കോൺക്രീറ്റ് സ്ലാബ് പോലെ കൊടുത്തിട്ട് അതിന്റെ മുകളിലേക്ക് കയറ്റി വെക്കാണ്. അപ്പൊ നമുക്കറിയാം പാലങ്ങളുടെ അവസാനം വരുന്ന ഭാഗത്തൊക്കെ ഒരു വലിയ കോൺക്രീറ്റ് വാളായിട്ടും കൊടുക്കുക. അപ്പൊ അതിന്റെ വർക്കുകളൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഉള്ളത് പില്ലറിന്റെ കുറെ ഭാഗത്തുള്ള ഷട്ടറുകൾ എടുത്തു മാറ്റാനാണ്. അപ്പൊ മുൻവശത്താണ് ഗർഡർ ലോഞ്ചിങ് ഒക്കെ നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള വർക്കുകളൊക്കെയാണ് ഇപ്പൊ ഈ ഭാഗത്തൊക്കെ നടക്കുന്നത്. വലിയ ട്രെയിലറിലാണ് ഇങ്ങോട്ടുള്ള ഗർഡറുകൾ കൊണ്ടുവരുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, നമ്മുടെ കൊളപ്പുറം ഭാഗത്താണ് ഇതിന് ആവശ്യമായിട്ടുള്ള ഗർഡറുകളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ നിന്നുള്ള സെറ്റായ ഗർഡറുകൾ ഇങ്ങോട്ട് ഇങ്ങനെ കുറെ ഭാഗത്തുനിന്ന് എടുത്തു വന്നിട്ടുണ്ട്, ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 2-3 ഫില്ലറിന്റെ മുന്നോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച ഈ ഭാഗത്തേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഗർഡർ ലോഞ്ചിങ് വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഷട്ടറുകളൊക്കെ എടുത്ത് മാറ്റുന്നുണ്ടെങ്കിലും അതിന്റെ മറ്റു വശത്തൊക്കെ ഗർഡർ ലോഞ്ചിങ് ചെയ്തിട്ടുണ്ട്. കാണാം, അതിന് മുകളിലേക്ക് കയറി പോകുന്ന ഒരു കോണിയാണ്, കണ്ടില്ല. ഈ ഭാഗത്തൊക്കെ ഗർഡർ ലോഞ്ചിങ് ചെയ്ത് കുറച്ച് മുൻവശത്തൊക്കെ ഗർഡർ ലോഞ്ചിങ് കഴിഞ്ഞ ഭാഗത്ത് ഷീറ്റ് വർക്ക് തുടങ്ങിയിട്ടുണ്ട്. സ്ലാബ് വാർക്കുവാൻ വേണ്ടിയിട്ടുള്ള ഷീറ്റ് വർക്ക് വരെ തുടങ്ങിയിട്ടുണ്ട്. കാണാൻ അത്രയ്ക്കും ഫാസ്റ്റ് ആയിട്ടാണ് വർക്കുകൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മുടെ കൂരിയാട് ഭാഗത്ത് വളരെ വേഗത്തിലായിരിക്കും ഇനിയുള്ള വർക്കുകൾ. പാലത്തിന്റെ വർക്കിൽ തന്നെ ഏറ്റവും റിസ്കിയായ വർക്കുകൾ പൈലിങ്, അതുപോലെ പൈലിംഗ് കേപ്പ്, അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാനാണ്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. ഇനി വളരെ വേഗത്തിൽ ചെയ്യുന്ന വർക്കുകളാണ്. ഗർഡർ ലോഞ്ചിങ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗർഡറുകളൊക്കെ നേരത്തെ ചെയ്ത് വെച്ചതുകൊണ്ട് കൊണ്ടുവന്ന് എടുത്തു വെക്കുന്ന വർക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. മുൻവശത്തൊക്കെ ഒരുപാട് ഭാഗത്തൊക്കെ ഗർഡർ വെച്ചിട്ടുണ്ട്. വെച്ച ഭാഗത്തേനെ ഷീറ്റ് കാണാം നമുക്ക്. ഇതിൻ്റെ മുകളിൽ കണ്ടില്ലേ, കമ്പി വരെ കൊണ്ടുവന്ന് വെച്ച് തുടങ്ങി. ഷീറ്റ് വെക്കുക, അതിൻ്റെ മുകളിൽ തന്നെ ഉടൻ തന്നെ കമ്പിയൊക്കെ കൊണ്ടുവന്ന് വെച്ച് കമ്പി കെട്ടുന്ന വർക്കുകൾ, സ്ലാബ് വാർക്കാൻ വേണ്ടിയിട്ട് വളരെ വേഗത്തിലാണ്. അപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഇനി വളരെ കുറഞ്ഞ സ്ഥലങ്ങളിലാണ് വർക്കുകൾ ഉള്ളത്. അതായത് നമ്മുടെ കുറ്റിപ്പുറം ഭാഗത്ത്, കൂടാതെ ഇവിടെ പിന്നെ കുറേ ഭാഗങ്ങളിലൊക്കെ ഫിനിഷിങ് വർക്കുകളുണ്ട്. സർവീസ് റോഡിൻ്റെ ഭാഗങ്ങളിലൊക്കെ വരുന്ന ഇതുപോലുള്ള വലിയ ട്രെയിലറിലാണ് ഇങ്ങോട്ട് ഇത് ഗർഡറുകൾ കൊണ്ടുവരുന്നത്. അത് കൊണ്ടുവന്ന ഒരു ലോറിയാണ്. അപ്പോൾ തിരിച്ചങ്ങോട്ട് തന്നെ പോവുകയാണ്. ഇനി കുളപ്പുറം ഭാഗത്ത് പോയിട്ട് വീണ്ടും ഇങ്ങനെ ക്രെയിനിൽ, ഇതുപോലുള്ള വലിയ ക്രെയിൻ ഉപയോഗിച്ച് ഇതിലേക്ക് കയറ്റി കൊടുക്കുന്നു, ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. കണ്ടില്ല, ഇനി വളരെ കുറഞ്ഞ ഭാഗങ്ങളിലാണ് ചെയ്യാനുള്ളത്. ഇതിന് കുറച്ചും കൂടെ മുൻവശത്ത് ഒരു പില്ലറിന്റെ വർക്ക് ഉണ്ട്. ഈ പാലം വരുന്ന ഒരു ഭാഗത്ത്, ആ ഭാഗത്തൊക്കെ പില്ലറിന്റെ വർക്ക് കുറച്ച് വൈകിയാണ് തുടങ്ങിയത്. പക്ഷെ ആ പില്ലറിന്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അതിന്റെ ഭാഗത്തുള്ള ഷട്ടറുകളൊക്കെ എടുത്തു മാറ്റാനാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ടാണ് ഇനി പോകാനുള്ള ആ ഭാഗത്ത്. ഇതിൻ്റെ കൂടെ താഴ്ഭാഗത്തൂടെ പോകുമ്പോൾ കുറച്ച് റിസ്ക്കിയാണ്. ഇതിന് മുകളിൽ ഇപ്പോൾ വർക്കൊക്കെ നടക്കുന്നതുകൊണ്ട് എന്തെങ്കിലും തലയിലൊക്കെ വീഴാച്ചിട്ട് അപ്പോൾ ചെറിയൊരു ഭയത്തോടെ ആയിരുന്നു ഇതിൻ്റെ ഭാഗത്തൂടെ ഒക്കെ നടന്നു പോയത്. അപ്പോൾ വർക്കേഴ്സ് വളരെ വേഗത്തിൽ എല്ലാ ഭാഗത്തും വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ പില്ലറിൻ്റെ മുകളിൽ വെക്കുമല്ലോ ഒരു, എന്താ അതിന് പറയുക, ഒരു റബ്ബറിൻ്റെ ഒരു ഷീറ്റ്, അതൊക്കെ വെച്ചിട്ടാണ് അതിൻ്റെ ഭാഗത്ത് ഇപ്പോൾ അത് വെച്ച ഭാഗത്തൊക്കെ ജോയിൻറ്റിങ് ചെയ്യുക. ഇങ്ങനെ പില്ലറുകൾ ഗർഡറുകൾ തമ്മിൽ ജോയിൻറ്റിങ്ങിൻ്റെ വർക്കുകൾ ചെയ്യുക, അങ്ങനെയുള്ള വർക്കുകളൊക്കെ. ഇവിടെ ഒരു ഷട്ടറിൻ്റെ ആവശ്യമായിട്ടുള്ള ഒരു സംഭവം വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. അതിനു വേണ്ടിയുള്ള ക്രെയിനുകളും മറ്റുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇനി മലപ്പുറം ജില്ലേൻ്റെ ഭാഗത്തുള്ള കഴിഞ്ഞതുകൊണ്ട് ഇനി തൃശ്ശൂർ ഭാഗത്തും കണ്ണൂർ ഭാഗത്താണ്, കോഴിക്കോട് തന്നെ കൊയിലാണ്ടി ഭാഗത്താണ് ഇനി കൂടുതൽ വർക്ക്. കൊയിലാണ്ടി ഭാഗത്തൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. വളരെ കുറഞ്ഞ സപ്പോർട്ടേഴ്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ എന്താ അറിയില്ല, ആളുകൾക്ക് കുറേ താല്പര്യം കുറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയം. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കേണ്ടി വരും, യാത്രാ വീഡിയോകളൊക്കെ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ. അപ്പോൾ വളരെ കുറഞ്ഞ
സബ്സ്ക്രൈബേഴ്സും ഉള്ളൂ, അതുപോലെ ഈ കാഴ്ചക്കാരുള്ളൂ. അപ്പോൾ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ഒരു സപ്പോർട്ടായിട്ട് ലൈക്കും കമൻറ്റൊക്കെ തരിക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ദൂര സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഇതിൽ നിന്ന് അഴിച്ചെടുത്ത കുറേ സ്ലാബ് ഷട്ടറുകളൊക്കെ കാണാം നമുക്ക് ഇവിടെ. ഇതാണ് കോഴിക്കോട് ഭാഗത്തേക്കുള്ള വാഹനങ്ങളാണ് അത് കടന്നു പോകുന്നത്. ഇവിടെ വരുമ്പോൾ കാണാം വലിയൊരു ക്രെയിന്. ഈ ക്രെയിൻ ചിലത് വേറൊരു മോഡല് ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ചില ഭാഗത്തൊക്കെ ഉപയോഗിക്കുന്നത്. ഇത് വലിയ ഒരു ഇങ്ങനെയുള്ള ഒരു ഡിസൈനിലുള്ള ഒരു ക്രെയിനാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ എന്താണെന്നറിയില്ല, കുറേ കരിങ്കല്ല് ഇതുപോലെ വലിയ കല്ലുകൾ കൂട്ടിയിട്ടിട്ടുണ്ട്. എന്തിനാണെന്നറിയില്ല. ഇവിടെ താഴ്ന്നു പോകുന്ന ഒരു ഭാഗത്ത് അവർ സേഫ്റ്റിക്ക് വേണ്ടി കൊടുന്നിട്ടാണെന്നറിയില്ല. എങ്ങനെയാണെങ്കിലും ഇതുപോലുള്ള ഈ ഭാഗത്തുള്ള സർവീസ് റോഡിലൂടെ കോഴിക്കോട് ഭാഗത്തുനിന്ന് നമ്മുടെ കക്കാട് ഭാഗങ്ങളിലേക്കൊക്കെ വരാൻ ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്. അതെല്ലാ സമയത്തും വൈകുന്നേരങ്ങളിൽ കുറച്ച് കൂടുതലാണ്. കണ്ടില്ലേ, വരിയായിട്ട് ഇങ്ങനെ വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആയിരുന്നു പഴയ പാലം പൊളിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗത്തൊക്കെ ഇപ്പോഴും കമ്പിയും ഒക്കെ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലൂടെയാണ് പുതിയ പാലത്തിൻ്റെ ഗർഡറുകൾ. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ ഒരു കണ്ടില്ല, ഈ ഫില്ലറിൻ്റെ വർക്കുകൾ കഴിഞ്ഞത് ഈ ഭാഗത്തേക്ക് വെക്കാനുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇതിനി താഴ്ഭാഗത്തുള്ള ഈ ഷട്ടറുകളൊക്കെ എടുത്തു മാറ്റാനുള്ളൂ. വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ജോയിൻറ്റിങ്ങുകൾ, ഗർഡർ വെച്ചുള്ള ജോയിൻറ്റിങ്, അങ്ങനെയൊക്കെയുള്ള വർക്കുകളാണ് വളരെ വേഗത്തിൽ. ഇനി ഇവിടെ ഇതിൻ്റെ മുൻവശത്ത് ഒരു ഇത് വരാനുണ്ട്, കോൺക്രീറ്റ് വാൾ വരാനുണ്ട്. ഈ മണ്ണ് ഇങ്ങനെ ചായക്ക് വീഴാതിരിക്കാൻ അവിടെ ഇങ്ങനെ ഒരു സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള, അതൊക്കെ പെട്ടെന്ന് ചെയ്യാനുള്ള ഇതുപോലുള്ള ഒരു കോൺക്രീറ്റ് വാൾ വരാനുണ്ട് വലിയ. ഇനി ഇതിൻ്റെ മുകളിൽ ഫിനിഷിങ് വർക്ക് നടത്തുമോയെന്ന് അറിയില്ല കേട്ടോ. ഇങ്ങനെ വെക്കൊന്നും തോന്നുന്നില്ല. നല്ല രീതിയിൽ തന്നെ എല്ലാ ഭാഗത്തും വർക്കുകൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ കണ്ടില്ല, ഇനി ഇവിടെയുള്ള ഈ ടീ ഷേപ്പിൻ്റെ മുകളിലേക്ക് മാത്രമാണ് ഈ പിയർ ക്യാപ്പ്, അതിൻ്റെ മുകളിലേക്കാണ് ഇനി വെക്കാനുള്ളത്. ഇതാണ് ഇതിനുപയോഗിക്കുന്ന ഗർഡർ കൊണ്ടുവരാനുള്ള ഒരു ട്രോളി ആയി അത് അങ്ങനെ പറയാം. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ്. അതിൽ വെച്ചിട്ട് വലിച്ചു കൊണ്ടുവരികയാണ്. കണ്ടില്ലേ, ഒരു ലോങ് സൈറ്റ് ഇതെടുത്താണ് ഞാൻ. അപ്പോൾ ഇനി വളരെ കുറഞ്ഞ ഈ കാണുന്ന ഒരു 3-4 പില്ലറിന് മുകളിൽ മുൻവശത്ത് ഇവിടെ ഇപ്പോൾ അണ്ടർപാസിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇവിടെ ഉൾവശത്തൊക്കെ പുതിയൊരു മാറ്റങ്ങൾ, ഇവിടെ നടപ്പാതകൾ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ ഇതുപോലുള്ള കമ്പികൾ കൊടുത്ത് അതിന് മഞ്ഞ പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ നല്ല വർക്കുകൾ എല്ലാ ഭാഗത്തും കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇതൊക്കെ കാണുന്നുണ്ട്. ആളുകളോടൊക്കെ പറയാനുള്ളത് പോസ്റ്റർ ഒട്ടിക്കൽ സുഹൃത്തുക്കളെ വളരെ മോശമായൊരു കാര്യമാണ്. നമ്മളെ ഇത്രയും വൃത്തിയാക്കി പെയിൻ്റൊക്കെ അടിച്ച ഭാഗങ്ങളിലൊക്കെ പോസ്റ്റർ ഒട്ടിക്കുന്നുണ്ട്. ഇപ്പോഴും അതൊക്കെ മാറേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ്. ഇപ്പോൾ എന്തൊക്കെയാ മാർഗങ്ങളുണ്ട് പരസ്യം ചെയ്യാൻ. അപ്പോൾ അതൊക്കെ മാറാൻ വളരെ നല്ലതായിരിക്കും. ഇവിടെ ഈ ഭാഗത്തൊക്കെ കുറേ കടകളുണ്ടായിരുന്നു, അതൊക്കെ പൊളിച്ചു പോയി റോഡ് വർക്കിൻ്റെ ഭാഗമായിട്ട്. ഇപ്പോൾ പുതിയത് വീണ്ടും വരുന്നുണ്ട്. ഇതൊക്കെ വരുമ്പോൾ വീണ്ടും ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. താഴ്ഭാഗത്തൊക്കെ ഇപ്പോൾ ചെറിയ തട്ടുകടകൾ പോലുള്ള കടകളൊക്കെ വരുന്നുണ്ട്. ഈ ഭാഗത്തു നിന്നുള്ള ഈ ഒരു അണ്ടർപാസിലൂടെ വേങ്ങര മലപ്പുറം ഭാഗത്തേക്ക് വാഹനങ്ങൾ കടന്നു പോകുന്നതുകൊണ്ടാണ് ഇവിടെ ചെറിയൊരു ബ്ലോക്ക്. ഇങ്ങനെ ഫുൾ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ കടന്നു പോവുകയാണ്. ഇതാണ് നമ്മുടെ കോഴിക്കോട് നിന്ന് കക്കാട് ഭാഗത്തേക്കുള്ള ഒരു വഴി. അപ്പോൾ അണ്ടർപാസിൻ്റെ ഉള്ളിലൊന്ന് കാണിച്ച് ഞാനിതാ മുന്നോട്ട് ഇനി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കുരിയാട് പാലം. പാലത്തിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് വാഹനങ്ങൾ അതിവേഗത്തിൽ കടന്നു പോകുന്നുണ്ട്. ഇനി കക്കാട് ഭാഗത്തേക്കാണ് ഞാൻ പോകുന്നത്. അപ്പം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ വീഡിയോക്ക് നല്ലൊരു സപ്പോർട്ട് തരിക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള മറ്റു വീഡിയോകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.